വില്ലേജിൽ വീടില്ലാത്ത കൊച്ചു ക്ഷേത്രം ആരാധനാലയങ്ങളില്ലാത്ത റോഡില്ലാത്ത ഗ്രാമങ്ങളിൽ ചെന്ന് അമിത്ഷാ പറയണം നമ്മളിവിടെ 100 കോടി രൂപയുടെ ഒരു ക്ഷേത്രം പണി എന്ന് പറയുമ്പം അതല്ല നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ ക്ഷേത്രം പണിയണമെങ്കിൽ പണി. ഇത്രയും വർഷം നിങ്ങൾ ക്ഷേത്രങ്ങളില്ലാതിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പള്ളിക്കൂടത്തിൽ വിടണം, അവർക്ക് പോഷകാഹാരം കൊടുക്കണം, നിങ്ങൾക്ക് ഒരു വീട്ടിൽ താമസിക്കണം. ഈ ഡബിൾ എൻജിൻ എന്ന് പറഞ്ഞിട്ട് എന്താണ് നിങ്ങൾക്ക് തന്നത് എന്ന് മനുഷ്യരോട് ചോദിക്കാൻ ആരെങ്കിലും വേണം. അവർക്കത് റിയലൈസ് ചെയ്യിക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ഇത് ഉണ്ടാവാത്തിടത്തോളം കാലം ഈ പ്രശ്നത്തെ, അതായത് RSS BJP മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയം അതിനെങ്ങനെ വോട്ട് പിടിക്കാമെന്നുള്ളതിനെ കുറിച്ച് അവർക്കെല്ലാം ധാരണയുണ്ട്. അതല്ലാത്ത ഒരു രാഷ്ട്രീയത്തെ മുമ്പോട്ട് വെച്ചെങ്കിൽ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ നമ്മളത് കണ്ടു. കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ ഇവിടെ ബീഹാറിൽ കിട്ടിയില്ല, പക്ഷേ ഉത്തർപ്രദേശിൽ എന്താണ് സംഭവിച്ചത്? ഉത്തർപ്രദേശിൽ സംഭവിച്ചത് RSS BJP വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ ഭരണഘടനയെ അവർ അട്ടിമറിക്കും എന്നുള്ള ഒരൊറ്റ ഇതിൻ്റെ പുറത്ത്. അപ്പോൾ അത് നമ്മുടെ ഏറ്റവും സാധാരണക്കാരെ മനുഷ്യരെ സംബന്ധിച്ച് അതൊരു വലിയ പ്രശ്നമാണ്. പ്രത്യേകിച്ച് പിന്നോക്ക ജാതിക്കാരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്സിസ്റ്റൻസ്. ഇപ്പോൾ ബീഹാറും ശരിക്കും പറഞ്ഞാൽ ഉത്തർപ്രദേശിനേക്കാളും പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു നാടാണ്. അവിടെ കോൺഗ്രസ് ഇവിടെ RSS BJPക്ക് എതിരായിട്ടുള്ള പൊളിറ്റിക്സ് അല്ല കളിക്കുന്നത്. RSS BJPയുടെ ഒരു ബി ടീമാണ് കോൺഗ്രസ് എന്നുള്ള കാര്യം മനുഷ്യർക്ക് അറിയാവുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അതല്ല ഞങ്ങൾ എന്ന് കാണിക്കാൻ കോൺഗ്രസ് പലപ്പോഴും ശ്രമിക്കാറുമില്ല.